ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിട്ട് സെറ്റായിട്ടിരിക്കല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് ഈ 3-4 ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. അത് എത്ര പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതായത് ആർട്ടിസ്റ്റ്, ഒരു ശ്രീജ എന്നുള്ള ആർട്ടിസ്റ്റിനെ അയൽവാസിയായ സണ്ണി ഇരുമ്പ് ചൂല് കൊണ്ട് കുത്തിയൊരു സംഭവം ഉണ്ടായില്ല. അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 3-4 ദിവസം പോയി. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതിനെപ്പറ്റി റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ ഈ സംഭവം ഉണ്ടാവണതിന് തുടക്കം കാര്യം പറയാം. ഈ സണ്ണി എന്ന വ്യക്തി, ഈ ശ്രീജ എന്നുള്ള ഈ ആർട്ടിസ്റ്റിൻ്റെ വീട്ടിലൊരു ഫാമിലി ഇഷ്യൂ ഉണ്ടായിപ്പോൾ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അവരായിട്ട് നല്ല സമ്പർക്കത്തിലാണ്. അയൽവാസിയാണ്, മുൻപത്താണ് സംഭവം നടന്നത്. കുഴിപ്പള്ളി, അയ്യമ്പള്ളി കുഴിപ്പള്ളി. അപ്പോൾ എപ്പോഴും സഹായിക്കാനും എന്ത് കാര്യത്തിനും വിളിച്ച വന്നോളം. പിന്നെ അവരായിട്ടുള്ള ഈ ശ്രീജയുടെ ഹസ്ബൻഡായിട്ടൊരു ഡിവോഴ്സ് ആവുന്ന കേസിൽ അതിനൊക്കെ ഡിവോഴ്സിൻ്റെ വക്കീലെത്തിയ സമയത്ത് അതിനൊക്കെ മുൻപിട്ട് ഇറങ്ങിയത് സണ്ണിയാണ്. അതിനെ പറ്റിയിട്ട് എന്ത് സഹായം ചോദിച്ചാലും ഇനി അത് ശരിക്കും പറഞ്ഞ ഒരു ഉപകാരമായിരുന്നു സണ്ണി. പിന്നീട് അത് അവർക്കൊരു ഉപദ്രവമായിട്ട് തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഈ ശ്രീജയ്ക്കൊരു സ്വഭാവമുണ്ട്. അതായത് സണ്ണി കൂടുതൽ ഓവറായിട്ട് അതിര് കിടക്കുന്നത് കണ്ടപ്പോൾ വാട്സപ്പിൽ സണ്ണീനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. 1 മണിക്ക് 1:30ക്കൊക്കെ വാട്സപ്പ് ചാറ്റും. സണ്ണി വാട്സപ്പിൽ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സണ്ണി വിളിച്ച ഫോൺ എടുക്കണം എന്നുള്ളൊരു ഇതിലെത്തി. അപ്പോൾ ശ്രീജയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് ശ്രീജ എന്നുള്ള ഈ സ്ത്രീ സണ്ണീനെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞത് എനിക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇതിനെനിക്ക് നിന്ന് തരാൻ പറ്റില്ല. അത് ശ്രീജ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സ്ത്രീയെ തോണ്ടാനും പിടിക്കാനും ചെന്നു, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ആരോപിക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് അവരുടെ തമ്മിലുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ നിൽക്കാൻ സമയത്ത് 4 മാസമായിട്ട് പിന്നെ സണ്ണി ഒരു തരത്തിലും അങ്ങോട്ട് കോണ്ടാക്റ്റും ഇല്ല. പിന്നെ സ്ത്രീ പറഞ്ഞ പോലെ തന്നെ വിളിക്കാനോ ഒന്നിനും കണ്ണമിണ്ടാത്തൊരു അവസ്ഥയായി. പിന്നെ അയാളെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇയാളെ പറ്റിയിട്ട് അന്വേഷിച്ച് അറിയാൻ കഴിഞ്ഞ വെച്ചാൽ ഇയാളൊരു നാട്ടിലൊക്കെ വലിയൊരു കുഴപ്പമില്ലാത്ത ആളാണ്, ഒരു മാന്യനായ ഒരു വ്യക്തിയാണ്, വലിയ പ്രശ്നമില്ലാത്ത ഒരാളാണ്, സാധാരണക്കാരനാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വിഷയം ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് വെള്ളം ഒഴുകി പോകണമെന്ന് പറഞ്ഞ സണ്ണിയുടെ പ്രോപ്പർട്ടിയിൽ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ട് തന്നെ മണ്ണിട്ട് പൊക്കി. അത് ചോദ്യം ചെയ്ത ശ്രീജനെ ചോദ്യം ചെയ്തു, ഇവിടെ ഇട്ട് മണ്ണിട്ട് പൊക്കാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സണ്ണി പറഞ്ഞു, ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൗൺസിലറായ ലേഡി ഉണ്ടായിരുന്നു. അവരോട് പറയുന്നുണ്ട്. അപ്പോൾ കൗൺസിലർ പറഞ്ഞു, അവരവരുടെ പ്രോപ്പർട്ടി അവരവരുടെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്ത്രീ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലേ? കാര്യം എൻ്റെ മതിലിടിഞ്ഞ് വീഴും, അപ്പോൾ അത് ഞാൻ ക്ലീൻ ആക്കൂല, അത് അവർ ക്ലീൻ ആക്കിക്കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കേസിലൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇവർ മതിലിടിഞ്ഞ് വീട് കഴിഞ്ഞാൽ ഇയാൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര വാക്ക് തർക്കം ഉണ്ടാവുന്ന പല കാര്യങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഞാൻ എൻ്റെ പ്രോപ്പർട്ടിയിലിട്ടാണ് മണ്ണിട്ട് പൊക്കുന്നത്, അത് നീ വർത്താനൊന്നും പറയുന്നത്. അപ്പം അങ്ങനെ വാക്ക് തർക്കമാവുന്നു. അപ്പോൾ എടുത്ത വഴിക്ക് ഈ സ്ത്രീ പറയുന്നത്, തൻ്റെ പ്രശ്നം എന്താണെന്നൊക്കെ അറിയാം, തനിക്ക് എല്ലാവരും മുമ്പിൽ വെച്ചിട്ടാണ് തനിക്ക്, അതായത് തൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ നിന്നില്ല, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എടുക്കാൻ തയ്യാറല്ല, ഞാനത് തൻ്റെ ആവശ്യങ്ങൾക്ക് എന്നെ കിട്ടുന്നില്ല, അതിൻ്റെ ഒരു ചുരുക്കമാണ് തനിക്ക്. അപ്പോൾ ഞാൻ എന്ത് കാണിച്ച് നാട്ടുകാരെല്ലാവരും അറിയണം. അപ്പോൾ ആ സ്ത്രീ എല്ലാവരും മുന്നിൽ വെച്ച് നാട്ടുകാരെല്ലാവരും അറിഞ്ഞു ഇയാൾ എന്നെ രാത്രി മെസ്സേജ് അയക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇല്ല, പ്രകോപനപരമായിട്ട് പറഞ്ഞു ഇല്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാം എൻ്റെ ഫോണിലുണ്ട് സണ്ണി, ഇത് നാട്ടുകാരെല്ലാവരും കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉറക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് സത്യമുണ്ട്, ഇത് ആ സ്ത്രീ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ സണ്ണി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മുമ്പിൽ വെച്ച് പറഞ്ഞു. മാത്രമല്ല സണ്ണി 4 മാസമായിട്ടൊരു റിലേഷനും ഇല്ലല്ലോ, അവർ പറഞ്ഞ പോലെ തന്നെ ഒരു റിലേഷനും ഇല്ല. അപ്പോൾ സണ്ണിക്ക് ഭയങ്കര കലിപ്പായി. സണ്ണി പറഞ്ഞു, എവിടെയടി ഞാൻ നിൻ്റെ ഫോണിലേക്ക് ഇതാക്കിയത്, എന്ത് ഇല്ലാത്ത പറയണമെന്ന് വെച്ച്. അങ്ങനെ ഇരുമ്പിൻ്റെ ചൂല് വെച്ചിട്ട് കറക്റ്റായിട്ട് കഴുത്തിലൊരു കുത്തി. ഈ കുത്തുന്ന വരെ ആ ലേഡി വീഡിയോ എടുക്കുന്നുണ്ട്, ഒക്കെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. കുത്തുന്ന വരെ ഒരു കുത്തി, അപ്പോൾ വീണു. പിന്നെ 2 കുത്തി. മൂന്നാമത്തെ മുഖത്ത് കുത്താൻ വേണ്ടി വന്നപ്പോൾ തിരിഞ്ഞു. ആ തിരിയുന്നവരെ വീഡിയോയിൽ കാണാം നമുക്ക്. ആ തിരിയുന്നവരെ ശരിക്കും നമുക്ക് വീഡിയോയിൽ കാണാം. അത്ര വരെ സോളിഡ് എവിഡൻസ് അവർക്കുണ്ട്. അപ്പോൾ തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഈ മറ്റേ കൗൺസിലർ പറഞ്ഞു, അയ്യോ ഇനി ചെയ്യില്ല, അങ്ങനെ ഉപദ്രവിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ എനിക്കിതിനകത്ത് നാട്ടുകാരോട് ചോദിക്കാനുള്ളത്, ആ ലേഡി, കൗൺസിലറായിട്ടുള്ള ലേഡി അവരെ പിടിച്ചു പറ്റി. നിങ്ങൾ 2-3 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നല്ലോ,
നിങ്ങൾ എന്ത് മറ്റേ നോക്കിക്കായിരുന്നു ഇവിടെ? ഒരു ക്രൈം ഈ എന്തായിക്കോട്ടെ, ആ സ്ത്രീനെ പറ്റിയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അവരത്ര നല്ല സ്ത്രീ ആയിരിക്കില്ല. പക്ഷേ ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട്, നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ നിങ്ങൾ നോക്കിയെന്ന് രസില്ലേ? അത് ശരിയാണോ? കാര്യം എത്ര ഒരു വൈരാഗ്യമുള്ള സ്ത്രീ ആണെങ്കിലും ഇനി അവരുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ കൂടി ഒരാളെ വെറുതെ പബ്ലിക്കിൻ്റെ മുമ്പിൽ കുത്തുമ്പോൾ നിങ്ങൾ നാട്ടുകാരായാണ്, അതായത് കുഴിപ്പള്ളി അയ്യമ്പള്ളിയെ ഭാഗത്തുള്ള നാട്ടുകാർ, ഈ സ്ഥലം മുനമ്പം ഭാഗത്താണ്, ആ നാട്ടുകാർക്ക് കുറച്ചൊരു ഉത്തരവാദിത്വമുണ്ട്, പിടിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ നോക്കിയില്ല, നിങ്ങൾ കൗൺസിലറിനെ വിട്ടുകൊടുത്തു. കൗൺസിലറിനെ എങ്ങനെ പിടിച്ചു മാറ്റാൻ പറ്റും? മൊത്തത്തിൽ ഒരു ലേഡിയല്ലേ, നിങ്ങൾ പിടിച്ചു മാറ്റിയില്ല. പിന്നെ സണ്ണി ചെയ്തത് ഈ കുത്തിയത്, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ഈ ചെയ്ത് ഭയങ്കര തെറ്റാണ്. തനിനൊരു കുറച്ച് വർഷങ്ങൾ കിടക്കാനുള്ള വകുപ്പുണ്ട്. മാത്രമല്ല ആ സ്ത്രീയുടെ അടുത്ത് സോളിഡ് എവിഡൻസ് ആണ് ഉള്ളത്. ഇപ്പം എനിക്ക് ആ ലേഡീനോട് പറയാനുള്ളത്, കുത്തുകൊണ്ട ശ്രീജയുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളിത് കേസായിട്ട് മുൻപോട്ട് പോകണം. നിങ്ങൾ ലോക്കൽ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ, പക്ഷെ അത് വധശ്രമത്തിന് കേസ് എടുത്തിട്ടില്ല. അത് വധശ്രമത്തിന് കേസെടുക്കാൻ പാകത്തിനുള്ള വകുപ്പ് ചുമത്തി കൊടുക്കണം. ഇനി ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്ന് നിങ്ങൾ കമ്മീഷണർ ഓഫീസിൽ പോകണം. കമ്മീഷണർ ഓഫീസിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ DGP ഓഫീസിലും ഹോം മിനിസ്റ്റർക്കും മുഖ്യമന്ത്രിക്ക് വരെ പരാതി. നിങ്ങൾക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമോ ആ രീതിയിൽ മുന്നോട്ട് പോകണം എന്നേ പറയുള്ളൂ. കാര്യം ഇതൊരു ക്രൈമാണ്. ഏത്? ഈ കുത്തിയത്. ബാക്കിയുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച കാര്യമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പബ്ലിക്കായിട്ട് കുത്തിയതുള്ള തെളിവാണ്, സോളിഡ് എവിഡൻസ് ആണ്. അപ്പോൾ ആ എവിഡൻസ് വച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഭാഗത്താണ് ന്യായം. കാര്യം കോടതിക്ക് വേണ്ടത് തെളിവാണ്. തെളിവെല്ലാം അനുകൂലം ആർക്ക്? ഈ ശ്രീജ എന്നുള്ള ആർട്ടിസ്റ്റായ സ്ത്രീക്കാണ് തെളിവ് അനുകൂലം. സണ്ണിക്ക് ഇതിനകത്ത് സണ്ണി ചെയ്ത് തെറ്റാണ്. ഇനി ആ സ്ത്രീയുടെ ഭാഗത്ത് ന്യായമല്ലോ, സണ്ണി ചെയ്ത് തെറ്റാണ് കേട്ടോ. കാര്യം എനിക്കിതിനകത്ത് പറയാനുള്ളത് അതാണ്, തെറ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് കുറച്ച് സ്ത്രീകളോടും പുരുഷന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ 45 വയസ്സ് കഴിഞ്ഞവരും സ്ത്രീകളുമായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹസ്ബൻഡായിട്ട് പിരിഞ്ഞ് താമസിക്കുന്നവരായിരിക്കാം, ഹസ്ബൻഡ് മരണപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും സഹായത്തിന് ഇതേപോലെ ഹെൽപ്പിന് വിളിച്ചു കഴിഞ്ഞാൽ നല്ലവരുണ്ടാവും, ചീത്തവരുണ്ടാവും. ചില ആൾക്കാർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആവശ്യപ്പെടും. നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ പറയണം, നോ പറയണം, അപ്പോഴേ ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ, ശ്രീജ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അന്നേ ചെയ്തിരുന്നെങ്കിൽ ഇന്നിങ്ങനെ കുത്തുകൊള്ളാൻ ശ്രീജ നിന്നു കൊടുക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവരായിട്ടും പറയാം, ഈ വീഡിയോ കാണുന്ന എല്ലാ ലേഡീസിനോടും പറയാം, നിങ്ങൾ ഇങ്ങനെയുള്ള കേസുകളിൽ പോയി പെടരുത്. കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ടാവും, ഹസ്ബൻഡ് മരിച്ചവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ സഹായത്തിന്, നല്ല ആങ്ങളമാർ നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ട് വരും. അത് ഫേക്കാണെന്ന് കാണുക. നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്നവരെ കൂടെ കൂട്ടുക. അത്രേ എനിക്ക് പറയാനുള്ളൂ കാര്യത്തിൽ. അതുപോലെ പുരുഷന്മാരോടും പറയാം, ഇങ്ങനെ മുതലെടുക്കുന്ന ചൂഷണം ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വീഴാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവാം. അതെനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ.